മാധ്യമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആരാണ് ശരി, ആരാണ് തെറ്റ്? പ്രകൃതി ദുരന്തങ്ങൾ ആർക്കും തടുക്കാനാവില്ല. ഇന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന മാധ്യമങ്ങൾ തന്നെയാണ് അർജുൻ എന്ന സഹോദരന് വേണ്ടി കഴിഞ്ഞ 12 ദിവസമായി മഴ നനഞ്ഞത്. നമ്മുടെ ആരുമല്ലാതിരുന്ന ആ ചെറുപ്പക്കാരനെ നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂടപ്പിറപ്പ് എല്ലാമാക്കി മാറ്റി ആ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തിയത്. എന്താണ് മാധ്യമധർമ്മം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെ പറയാനാവും? ലോക മലയാളികൾ ഒന്നടങ്കം അർജുനെ തേടിയത് ഈ മാധ്യമങ്ങളിലൂടെയല്ലേ? പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് ആ മാധ്യമങ്ങളൊക്കെ നമുക്ക് അർജുന വിറ്റ് മാർക്കറ്റായി മാറിയത്? വെറും ഒരു മണ്ണിടിച്ചിൽ മാത്രമായി മാറേണ്ട ഒരു വാർത്തയെ 2 സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ പാകത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല. മകനെ നഷ്ടപ്പെട്ട ആ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ എല്ലാം നമ്മളെ വഴി കാണിച്ചത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. കരയിലേക്ക് തിരകയറി വരുന്ന ഒരു മത്സ്യത്തെ പിടയുന്നത് കാണുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തട്ടിമാറ്റാം, അതല്ലെങ്കിൽ അതിനെ കണ്ടിൽ നിന്ന് നടിച്ച് നമുക്ക് മുൻപോട്ടേക്ക് നടന്നു പോകാം. കോടാനുകൂടി മത്സ്യങ്ങളുള്ള ആ കടലിലെ വെറും ഒരു മത്സ്യം മാത്രമായിരിക്കും നമുക്കത്. പക്ഷെ ആ മത്സ്യത്തെ സംഭവിച്ച് അത് അതിൻ്റെ ജീവന് പൊന്നിൻ്റെ വിലയാണ്. അതുപോലെ തന്നെ അർജുനെ വേണമെങ്കിൽ നമുക്ക് കണ്ടില്ലെന്ന് പറഞ്ഞ് നടന്നു പോകാമായിരുന്നു, അല്ലെങ്കിൽ ആരും അറിയാതെ പോകുന്നൊരു കോളം വാർത്തയായി മാറിയേനുമായിരുന്നു. പക്ഷെ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ തന്നെയാണ് അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആക്കി മാറ്റി ഇന്ന് നമ്മൾ കേൾക്കുന്ന, കാണുന്ന വിധത്തിൽ പാകപ്പെടുത്തിയെടുത്തത്. എന്തുകൊണ്ടാണ് അർജുനെ നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ തിരയുന്നത്? അയാൾ മരണപ്പെട്ടു എന്നല്ല, നമ്മൾ ആദ്യം അറിഞ്ഞത് അയാൾ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നാണ്. ഒരു ജീവന്റെ വില അത് മനസ്സിലാക്കാൻ നല്ലൊരു മനുഷ്യനായാൽ മതി. മാധ്യമങ്ങളെ നമുക്ക് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനാവില്ല. അവർ അവരുടെ മാധ്യമധർമ്മം ചെയ്തു. അർജുൻ എന്ന സഹോദരന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എല്ലാ മലയാളികളും ഇപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്.